അത് മതി. അവള് നടക്കുന്ന ദിവസവും സ്വപ്നം കണ്ട് നമ്മൾ മുന്നോട്ട് നടക്കുന്നു. ശരത്തിന്റെ അമ്മയുടെ വരവിൽ എനിക്കൊരു ചതി മണക്കുന്നുണ്ട് മോളെ. കൃത്യമായി കുരുക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു കെണി എവിടെയോ ഉണ്ട്. എന്റെ മനസ്സ് പറയുന്നു, കാണിക്കുന്നു. അച്ഛൻ പേടിക്കണ്ട. പ്രഭാവതിയമ്മ നെയ്ത് കൂട്ടുന്ന വല കാത്തിരിക്കുന്ന ഇര ഞാനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. വല പൊട്ടിക്കാനും എനിക്കറിയാം. അതെ, ഞാനും കൂടി വരാം. കുഴപ്പമില്ല, എനിക്ക് ദേവികയോട് അല്പം സംസാരിക്കണം. ദേവികയുടെ മനസ്സിപ്പോ അത്ര ശരിയല്ല. എനിക്കറിയാം, സിദ്ധാർത്ഥിനെ കൈവിട്ട് പോയതിന്റെ സങ്കടം അല്ലേ? അത് പിന്നെയല്ല, അത് തന്നെ. ഞാൻ ദേവികയോടൊന്ന് കുശലം പറയട്ടെ. ഓ, എന്താടി ഒരു പുച്ഛം? അയ്യോ, പുച്ഛമല്ലല്ലോ, ഭവ്യതയല്ലേ. ഉള്ളുരുക്കി നിൽക്കുമ്പോഴും അഹങ്കാരം. എന്തായാലും കാത്തുവച്ച കിനാവുകളൊക്കെ കനലെരിഞ്ഞു പോകുമ്പോഴും ചിരിക്കാനൊരു കഴിവ് വേണം. മിടുക്കി. എന്റെ പൊന്നു പ്രഭാവതി അമ്മേ, ദേവിക കാണുന്ന ഒരേ ഒരു കിനാവേ ഉള്ളൂ. അത് നിങ്ങളുടെ മകൻ ശരത്തിന്റെ നാശമാ. എടി, അതേന്നെ. എന്റെ മൂത്ത മകന്റെ മുഖത്ത് പച്ചമണ്ണ് വാരിയിട്ടവളാ നീ.